നിലവിലിപ്പോൾ എന്തായാലും മേയർ നഗരസഭയിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് കാല് വയ്യാഞ്ഞിട്ടും പ്ലാസ്റ്റർ ഇട്ടിട്ടാണ് നിലവിലിപ്പോൾ മേയർ നഗരസഭയിൽ എത്തിയിരിക്കുന്നത്. ഡിസ്ലൊക്കേഷൻ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അവർ അതിനുള്ള പരിഹരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു. പിന്നെ 2 ദിവസം കൂടെ മെഡിസിൻ ഉണ്ട്. അത്ര ഇപ്പോൾ ഈ ഡോറിൻ്റെ സൈഡിൽ സമരം ചെയ്യുന്നതിന് അവരുടെ ജനാധിപത്യ അവകാശത്തിന് ഞങ്ങൾക്ക് വിയോജിപ്പില്ല, ഞങ്ങൾക്ക് റെസ്പെക്ട് ചെയ്യാം. പക്ഷേ ഈ ഡോറിൻ്റെ മുൻപിൽ തന്നെ ചേറിട്ടിട്ട് അവിടെ കടക്കാൻ പറ്റില്ല എന്നുള്ള നിലപാട് എടുക്കുകയും ബലപ്രയോഗം ചെയ്യുകയും ചെയ്യുന്നത് ജനങ്ങളുടെ കാര്യങ്ങൾ സാധിക്കാൻ വരുന്നവരെ തടസ്സപ്പെടുത്തുന്നു. മേയറെ റൂമിൽ കയറാൻ സമ്മതിക്കില്ല, മേയർ കയറിയാൽ ഇറങ്ങാൻ സമ്മതിക്കില്ല. കോർപ്പറേഷൻ ഓഫീസിലെ കസേര എടുത്തിട്ട് മേയറുടെ ഡോർ ബ്ലോക്ക് ചെയ്യുന്നു. എന്നിട്ട് പുറകിലൊരു ഡോറുണ്ടല്ലോ, നിങ്ങൾ അതിലേക്കൂടെ കയറിക്കുള്ളൂ എന്ന് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ, മുൻ മന്ത്രിമാർ തന്നെ പറയുന്നു. അങ്ങനെയുള്ള രീതിയിലുള്ള സമരങ്ങൾ അനുവദിക്കാൻ സാധിക്കില്ല. നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം നഗരസഭയ്ക്ക് മുൻപിലാണ്. ഇവിടെ ഇക്കഴിഞ്ഞ ദിവസം നാടകീയമായ സംഭവങ്ങളാണ് അരങ്ങേറിയത്. ഇവിടെ നമുക്ക് ഫ്ലക്സ് കാണുവാൻ സാധിക്കും. ഗുണ്ടാ നേതാവിൻ്റെ കാപ്പ കേസിലേക്കുള്ള നാൾവഴികൾ എന്നെല്ലാം. എന്തായാലും CPM കൗൺസിലർമാരും CPMകാരും സമരം നടത്തിയത് ഇവിടെയായിരുന്നു. അവരുടെ ആവശ്യം സുഗതനെ, അതായത് BJP കൗൺസിലറായ സുഗതനെ കൗൺസിലർ സ്ഥാനത്ത് നിന്നും പുറത്താക്കുക, കാപ്പ കേസ് പ്രതിയെ പുറത്താക്കുക എന്നുള്ള ആവശ്യമായിരുന്നു CPM കൗൺസിലർമാരും ജില്ലയിലെ മുതിർന്ന CPM നേതാക്കളും ഉയർത്തിയ പ്രധാന ആവശ്യം. 3 ദിവസം ഇന്നലെ സമരം, അതായത് ഈ ഒരു CPMൻ്റെ സമരം പിന്നിടുന്ന വേളയിലാണ് അതിനാടകീയമായ സംഭവം നഗരസഭയ്ക്ക് ഉള്ളിൽ നടക്കുന്നത്. അതായത് കഴിഞ്ഞ 2 ദിവസമായി നഗരസഭയ്ക്ക് പുറത്തായിരുന്നു CPMൻ്റെ ഈ ഒരു പ്രതിഷേധ സമരം ഉണ്ടായിരുന്നത്. അത് പെട്ടെന്ന് ഇന്നലെ ഒരു 10-11 മണിയോടുകൂടി തിരുവനന്തപുരം നഗരസഭയ്ക്ക് ഉള്ളിലേക്ക് എത്തുകയായിരുന്നു. അതായത് CPM കൗൺസിലർമാർ എല്ലാവരും തന്നെ നഗരസഭാ മേയറിൻ്റെ ചേംബറിന് തൊട്ടടുത്തുള്ള ഡോറിന് പുറത്ത് സമരം ചെയ്യുകയായിരുന്നു. അതായത് കുത്തിയിരുന്ന് അവർ പ്രതിഷേധിക്കുകയായിരുന്നു. അവർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന സമയത്തായിരുന്നു മേയർ VV രാജേഷും അതുകൂടാതെ ഡെപ്യൂട്ടി മേയർ ആശാനാഥും ഇതാ ഈ സ്റ്റെപ്പിലൂടെ വരുന്നത്. അതുകൂടാതെ മേയറും ഡെപ്യൂട്ടി മേയറും മാത്രമല്ലായിരുന്നു, മറ്റ് കൗൺസിലർമാരും ഉണ്ടായിരുന്നു. അവർ ഇങ്ങനെ വരുന്നു. മാധ്യമങ്ങളുടെ അകമ്പടിയോടെ മറ്റ് ജനപ്രതിനിധികൾ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. അതായത് BJPയുടെ മറ്റ് കൗൺസിലർമാരെല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ മാധ്യമങ്ങളും തടിച്ചുകൂടിയിരുന്നു. ഇതാണ് മേയറിൻ്റെ ചേംബർ, അതായത് ചേംബറിലേക്ക് കടക്കുന്ന ഡോറാണിത്. ഇതിന് മുൻപിലാണ്, അതായത് ഈ ഡോറ് പൂർണ്ണമായും അടച്ചുകൊണ്ടായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം CPM കൗൺസിലർമാരുടെ ഒരു പ്രതിഷേധ സമരം നടന്നത്. ഈ പ്രതിഷേധ സമരത്തിന് ഇടയിലൂടെ മേയറും ഡെപ്യൂട്ടി മേയറും മറ്റ് BJP കൗൺസിലർമാരും കടന്നു വരികയായിരുന്നു. നിരവധി മാധ്യമ പ്രവർത്തകരും അതുകൂടാതെ പോലീസും നഗരസഭയിലുള്ള സെക്യൂരിറ്റികളും എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. CPM കൗൺസിലർമാർ ഇവിടെ ഈ ചെയർ ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇങ്ങനെ ഇട്ടിരിക്കുകയായിരുന്നു. അതായത് മേയർക്ക് ഈ ഒരു ഡോറിലൂടെ ഉള്ളിലേക്ക് കയറാൻ പറ്റാത്ത സാഹചര്യത്തിൽ CPM കൗൺസിലർമാർ ഇവിടെ പ്രതിഷേധം നടത്തുകയായിരുന്നു. ഇതിനെ വകഞ്ഞു മാറ്റി മേയറും ഡെപ്യൂട്ടി മേയറും V ഗിരി ഉൾപ്പെടെയുള്ള മറ്റ് കൗൺസിലർമാരും കടക്കുന്ന വേളയിലാണ് ഇവിടെ ചെറിയ രീതിയിൽ സംഘർഷമുണ്ടാകുന്നതും ഇതിനെ തുടർന്ന് മേയർ VV രാജേഷും ഡെപ്യൂട്ടി മേയറും മറ്റ് കൗൺസിലർമാരും നിലത്ത് വീഴുന്നത്. ഇതിനെ തുടർന്ന് CPMൻ്റെ ഭാഗത്തു നിന്നും അവരുടെ ഒരു കൗൺസിലർക്ക് പരിക്കേറ്റു എന്ന് പറയുന്നു, തലയ്ക്ക് മുറിവ് പറ്റി സ്റ്റിച്ച് ഇട്ടിരിക്കുകയാണ് എന്ന് പറയുന്നു. എന്തായാലും മേയർ VV രാജേഷിനും ഡെപ്യൂട്ടി മേയറിനും അതുകൂടാതെ ഗിരി എന്ന കൗൺസിലറിനും ഉൾപ്പെടെ ഇന്നലെ വലിയ രീതിയിൽ പരിക്ക് സംഭവിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് നേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോവുകയായിരുന്നു. ഇതിനുശേഷം നമ്മൾ മേയറെ ഉള്ളിൽ കയറി, അതായത് അത്യാഹിത വിഭാഗത്തിന് ഉള്ളിൽ കയറി കാണുകയെല്ലാം തന്നെ ചെയ്തിരുന്നു. നിലവിലിപ്പോൾ എന്തായാലും മേയർ നഗരസഭയിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് കാല് വയ്യാഞ്ഞിട്ടും പ്ലാസ്റ്റർ ഇട്ടിട്ടാണ് നിലവിലിപ്പോൾ മേയർ നഗരസഭയിൽ എത്തിയിരിക്കുന്നത്. അവധി ദിവസമാണ്. അവധി ദിവസമായിട്ടും മേയർ VV രാജേഷ് നിലവിലിപ്പോൾ നഗരസഭയിൽ ഉണ്ട്. പ്രേക്ഷകർക്ക് എല്ലാവർക്കും തന്നെ ഒരു ആകാംക്ഷയുണ്ടാകും, എന്താണ് മേയറുടെ ആരോഗ്യ അവസ്ഥ എന്നുള്ള കാര്യം. എന്തായാലും മേയറോട് തന്നെ നമുക്ക് ചോദിക്കാം, എന്താണ് നിലവിലുള്ള ആരോഗ്യ സ്ഥിതി എന്ന്.
ഡിസ്ലൊക്കേഷൻ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അവർ അതിനുള്ള പരിഹരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു. പിന്നെ 2 ദിവസം കൂടെ മെഡിസിൻ തന്നിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഒരു വൊമിറ്റിംഗ് ഉണ്ടായിരുന്നു, കുറച്ച് സഫോക്കേഷൻ ഉണ്ടായി, പക്ഷേ രാത്രി തന്നെ ഡിസ്ചാർജ് ചെയ്തിട്ടാണ്. ഇന്ന് രാവിലെ വിളിച്ചിട്ടില്ല. ബാക്കി എല്ലാവരും എല്ലാം മാനേജബിളാണ്. പിന്നെ ഞാൻ ഒരു കാര്യം മാധ്യമപ്രവർത്തകരോട് പറയാം. സമരം ജനാധിപത്യത്തിൽ സ്വാഗതാർഹമാണ്. ജനാധിപത്യം ചടുലമാണോ? ഞാൻ ആദ്യമേ പറഞ്ഞ വാക്കതാണ്. സമരങ്ങളൊക്കെ തന്നെ ജനാധിപത്യത്തിലാകാം. പക്ഷേ ഇത് ഏറ്റവും സാധാരണക്കാർ വരുന്നൊരു സ്ഥാപനമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ, പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റിയൊക്കെ തന്നെ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ആ സമയത്ത് കൗൺസിലർമാർ ഇപ്പോൾ ഇതിനകത്ത് പ്രകടനം നടത്താറുണ്ട്, ധർണ നടത്താറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട്. ഞങ്ങളും ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ. പക്ഷേ കടന്നു വരുന്ന ഇപ്പോൾ ഈ ഡോറിൻ്റെ സൈഡിൽ സമരം ചെയ്യുന്നതിന് അവരുടെ ജനാധിപത്യ അവകാശത്തിന് ഞങ്ങൾക്ക് വിയോജിപ്പില്ല, ഞങ്ങൾക്ക് റെസ്പെക്ട് ചെയ്യണം. പക്ഷേ ഈ ഡോറിൻ്റെ മുൻപിൽ തന്നെ ചേറിട്ടിട്ട് അവിടെ കടക്കാൻ പറ്റില്ല എന്നുള്ള നിലപാട് എടുക്കുകയും ബലപ്രയോഗം ചെയ്യുകയും ചെയ്യുന്നത് ജനങ്ങളുടെ കാര്യങ്ങൾ സാധിക്കാൻ വരുന്നവരെ തടസ്സപ്പെടുത്തുന്നതാണ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥരും പ്രവർത്തിക്കുന്ന മുറികളിൽ അതിനകത്തേക്കും പുറത്തേക്കും കടക്കുവാനുള്ള സാഹചര്യം തടസ്സപ്പെടുത്തരുത്. സമരം, എല്ലാ സമരത്തെയും ന്യായമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും, എല്ലാ സമരത്തെയും ഞങ്ങൾ ബഹുമാനിക്കുന്നു. ഓരോ പാർട്ടിക്കും സ്വാതന്ത്ര്യമുണ്ട് അവരുടെ സമരം എങ്ങനെ നടത്തണമെന്ന് തീരുമാനിക്കാൻ വേണ്ടി. മേയർ റൂമിൽ കയറാൻ സമ്മതിക്കില്ല, മേയർ കയറിയാൽ ഇറങ്ങാൻ സമ്മതിക്കില്ല. കോർപ്പറേഷൻ ഓഫീസിലെ കസേര എടുത്തിട്ട് മേയറുടെ ഡോർ ബ്ലോക്ക് ചെയ്യുന്നു. എന്നിട്ട് പുറകിലൊരു ഡോറുണ്ടല്ലോ, നിങ്ങൾ അതിലേ കൂടെ കയറിക്കുള്ളൂ എന്ന് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ, മുൻ മന്ത്രിമാർ തന്നെ പറയുന്നു. അങ്ങനെയുള്ള രീതിയിലുള്ള സമരങ്ങൾ അനുവദിക്കാൻ സാധിക്കില്ല. സമരം ചെയ്യുന്നവരോട് കോർപ്പറേഷൻ്റെ വസ്തുവകകൾ നശിപ്പിക്കരുത്. ഞങ്ങൾ 5 വർഷം പ്രതിപക്ഷത്തായി നല്ല സമരങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു കടലാസ് പോലും ഇവിടെ ഞങ്ങൾ കയറിയിട്ടില്ല. ഞങ്ങളിതിൻ്റെ 30 ദിവസം ഇവിടെ സത്യാഗ്രഹം നടന്നിട്ടുണ്ട്. ഒരു പൊതുമുതലും ഞങ്ങൾ നശിപ്പിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ഒരു കാര്യമുണ്ട്, അത് ഇവിടെ ഇപ്പോൾ ഒരുപാട് ജനങ്ങൾ വരുന്നുണ്ട്. ദിവസവും ഏറ്റവും ചുരുങ്ങിയ 200 മുതൽ 250 പേർ വരെ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് മേയറെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. ഏറെക്കുറെ എല്ലാവർക്കും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മാസം ഒരു 6000-7000 പേര് കാണാൻ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഭയമുണ്ടാകുന്ന തരത്തിലുള്ള നിലപാടുകൾ, അവരൊക്കെ തന്നെ വളരെ സാമ്പത്തികമായൊക്കെ പിന്നോക്കം നിൽക്കുന്നവർ ദൂരെ നിന്നൊക്കെ വരുന്നവരാണ്. അങ്ങനെയുള്ള നിലപാടുകൾ സ്വീകരിക്കരുത്. കോർപ്പറേഷൻ്റെ ദൈനംദിന പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുക. അപ്പോൾ ഞങ്ങൾ തെരുവ് നായ്ക്കളുടെ പ്രശ്നം പരിഹരിക്കുന്നത് ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മെഷീനറി വർക്ക് ചെയ്താൽ മാത്രമേ റെക്ടിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. കുടിവെള്ളം പലയിടത്തും കിട്ടുന്നില്ല. ടാങ്കർ അതാത് സ്ഥലത്ത് എത്തണമെങ്കിൽ ഇവിടെ ഒരു മെഷീനറി വർക്ക് ചെയ്യണം. ആ മെഷീനറിയെ തടസ്സപ്പെടുത്തുന്നത് സാധാരണക്കാരായ ജനങ്ങളെ ദ്രോഹിക്കുന്നതിന് തുല്യമാണ്. പിന്നെ ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം, ഏതൊക്കെ തരത്തിൽ തടസ്സപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചാലും ഞങ്ങളിവിടെ വരും, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവുകയില്ല. അത് അത്തരത്തിൽ അറിഞ്ഞ് പെരുമാറണം എന്നാണ് പറയുന്നത്. പ്രതിപക്ഷത്തെ ബഹുമാനിക്കുന്നു, പ്രതിപക്ഷ അംഗങ്ങളെ ബഹുമാനിക്കുന്നു, അവർക്ക് വേണ്ടി കൂടിയാണ് ഈ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ പലരും വിളിച്ചിട്ട് പറയുന്നത് അവരുടെ പ്രതിപക്ഷ അംഗങ്ങൾ വിളിച്ചിട്ട് അവരുടെ വാർഡിൽ തെരുവ് നായ്ക്കളുടെ ശല്യം ഉണ്ടെന്ന് പിടിക്കണമെന്ന് പറയുമ്പോൾ ഇവിടെ ഈ മെഷീനറി ഫംഗ്ഷൻ ചെയ്താലല്ലേ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു അംഗം പറയട്ടെ, ഞങ്ങളുടെ വാർഡിൽ നിന്നൊരു ആവശ്യം ഉന്നയിച്ചു, ഞങ്ങൾ പ്രതിപക്ഷത്താണ്, ചെയ്തില്ല എന്നാരെങ്കിലും പറയട്ടെ. സാധ്യമായെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവിടെ സമരങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നു. കോർപ്പറേഷൻ്റെ വസ്തുവകൾ നശിപ്പിച്ചുകൊണ്ടോ മേയറെയും മറ്റു ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവരെയും തടഞ്ഞുകൊണ്ടോ ഉദ്യോഗസ്ഥരെ തടഞ്ഞുകൊണ്ടുള്ള സമരങ്ങൾ ഒഴിവാക്കണം. കൗൺസിലർമാരല്ലാതെ പുറത്തു നിന്ന് വരുന്ന പൊതുപ്രവർത്തകർ കോർപ്പറേഷൻ കോമ്പൗണ്ടിനകത്ത് കയറി സമരം ചെയ്യുന്നത് അതിനെയും നിയന്ത്രിക്കണം. അതാത് രാഷ്ട്രീയ പാർട്ടി. അല്ലെങ്കിൽ രജിസ്ട്രേഷനുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാരും പ്രവർത്തകരും കോർപ്പറേഷനുള്ളിൽ വരും. അവർ കോർപ്പറേഷൻ ബിൽഡിങ്ങിൽ വരും. അവർ കൗൺസിലർമാരെ പോലെ കൺട്രോൾഡ് ഫോഴ്സ് ആയിരിക്കില്ല, ഒരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ആയിരിക്കും. അവർ വരുമ്പോഴേക്കും ഇപ്പോൾ ഈ പല സ്മാർട്ട് സിറ്റി പദ്ധതികളിലൊക്കെ ഉൾപ്പെടുത്തി നിർമ്മിച്ചിട്ടുള്ളതൊക്കെ തന്നെ വളരെ വിലപിടിപ്പുള്ളതാണ്. ഇപ്പോൾ ചില റൂമുകളിലിരിക്കുന്ന TV ഒക്കെ തന്നെ ഓൺലൈൻ മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കാൻ സൗകര്യത്തിനൊക്കെയാണ് ഇത് വച്ചിരിക്കുന്നത്. എന്തെങ്കിലും ഉള്ളിലും തള്ളും ഉണ്ടായിക്കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയുടെ വസ്തുക്കളാണ് നശിക്കുന്നത്. അതുകൊണ്ട് കൗൺസിലേഴ്സ് ആകുമ്പോഴേക്കും ഒരു കൺട്രോൾഡ് ഫോഴ്സാണ്. അവരെല്ലാം രാഷ്ട്രീയ നേതാക്കന്മാർ, അവർക്കൊക്കെ അറിയാം. അതുകൊണ്ട് പുറത്തുനിന്നുള്ള ആൾക്കാർ കോർപ്പറേഷൻ ബിൽഡിങ്ങിനകത്ത് കയറി സമരം ചെയ്യുന്നത് അവസാനിപ്പിക്കണം. കണ്ണിലായിരുന്നു, ഇവിടെ ഇരുന്ന് കയറി കണ്ണിൽ, ഈ കാലിൽ അത് ഇന്നലെ ഉണ്ടെങ്കിലും മേലെ, പക്ഷെ മുട്ടിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഇപ്പൊ ഡോക്ടർ മറ്റേ അജിത്തോട് നോക്കി അല്ലെങ്കിൽ ഞാൻ ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്നതെന്ന് എനിക്ക് അങ്ങനെയുള്ളതാണ്. എനിക്ക് അങ്ങനെ 29 കൗൺസിൽ യോഗം നടക്കും. 2:30 മണിക്ക് ആരംഭിക്കും. എപ്പോൾ അവസാനിക്കും 6-7 മണി വരെ പോകും. വിശ്വാസങ്ങൾ വരട്ടെ, കൂടുതൽ ശക്തി. പിന്നെ 6 മാസം കഴിഞ്ഞാലേ പറ്റുള്ളൂ. എന്തായാലും അവധി ദിവസം ആയിട്ടും മേയർ VV രാജേഷ് നഗരസഭയിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന്
ഒരുപാട്, അതായത് 29-ാം തീയതി കൗൺസിൽ യോഗം നടക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായുള്ള മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ നടക്കാനുണ്ട്. ആരോഗ്യസ്ഥിതി മോശമാണ് എങ്കിലും പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും മേയർ എന്നുള്ള നിലയിലും അദ്ദേഹം ഏറെ സജീവമായി തന്നെ നഗരസഭയിൽ ഉണ്ട് എന്നുള്ളതാണ്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.